നമസ്കാരം. പാകിസ്ഥാനിൽ വീണ്ടും ഒരു സൈനിക അട്ടിമറിക്ക് കളമൊരുങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ലേബലിൽ ഷെഹ്ബാസ് ഷെരീഫ് സർക്കാർ ഇസ്ലാമാബാദിൽ ഭരണം നടത്തുന്നുണ്ട് എങ്കിലും യഥാർത്ഥ അധികാരം റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്താണെന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യത്തെ നിലവിലെ ഭരണ സംവിധാനം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായെന്നും പഴയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നും പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി പരസ്യമായി പ്രസ്താവിച്ചതോടെയാണ് ഈ ആശങ്കകൾക്ക് ആക്കം കൂടിയത്. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ ആസിം മുനീറിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും വക്താവുമായി അറിയപ്പെടുന്ന വ്യക്തിയാണ് നഖ്വി. ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം നടത്തിയ ഈ ഒരു തുറന്നു പറച്ചിൽ യാദൃച്ഛികമല്ലെന്നും സിവിലിയൻ ഭരണകൂടം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർത്ത് സൈന്യം നേരിട്ട് അധികാരം പിടിച്ചെടുക്കുന്നതിന്റെ മുന്നോടി ആണെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തുടക്കം മുതലേ അസ്ഥിരതയും ആഭ്യന്തര പ്രശ്നങ്ങളും നിറഞ്ഞ പാകിസ്ഥാൻ ഇന്ന് കടുത്ത പ്രതിസന്ധികളുടെ പടുകുഴിയിലാണ്. ശക്തമായ നേതൃത്വമോ സുസ്ഥിരമായ സാമ്പത്തിക അടിത്തറയോ ഇല്ലാത്ത ആ രാജ്യം എപ്പോഴും സൈന്യത്തിന്റെ കാൽച്ചുവട്ടിലാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ പൗരന്മാരെ പട്ടിണിയിലാഴ്ത്തുന്ന പാക് ഭരണാധികാരികളുടെ കഴിവുകേടാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ലോകം മുഴുവൻ സാങ്കേതിക വിദ്യയിലും പുരോഗതിയിലും കുതിച്ചുചാട്ടങ്ങൾ നടത്തുമ്പോൾ സ്വന്തം രാജ്യത്തെ നിയന്ത്രിക്കാൻ പോലും കഴിയാതെ പട്ടാളത്തിന് മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ട ഗതികേടിലാണ് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ. പാകിസ്ഥാനിലെ പ്രമുഖ പത്രമായ ഡോണിന്റെ കോളമിസ്റ്റും രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായ യൂസഫ് നാസർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നഖ്വിയുടെ വാക്കുകൾ സൈനിക മേധാവി ആസിം മുനീറിന്റെ ഉള്ളിലിരിപ്പാണ് വെളിപ്പെടുത്തുന്നത്. നിലവിലെ ഭരണവ്യവസ്ഥ തകർന്നുവെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ മുനീറിന് ആകില്ല. പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഇസ്ലാമാബാദിലെ ഓഫീസിലിരിക്കുന്നുണ്ട് എങ്കിലും വിദേശ നയം, ആഭ്യന്തര സുരക്ഷ, ജനസംഖ്യാ നിയന്ത്രണം, ആണവ കമാൻഡ്, ഭരണപരമായ മറ്റ് തീരുമാനങ്ങൾ എന്നിവയെല്ലാം തീരുമാനിക്കുന്നത് റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് നിന്ന് ആസിം മുനീറാണ്. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന വേദിയിൽ പാക് പ്രധാനമന്ത്രിക്കൊപ്പം മുനീറിന്റെ സാന്നിധ്യം ഉണ്ടായതോടെ തന്നെ ഭരണത്തിൽ പാക് സൈന്യം പൂർണ്ണമായി പിടിമുറുക്കി കഴിഞ്ഞു. ജനാധിപത്യം എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു കളിപ്പാവ നാടകം മാത്രമാണ്. ആഗോളതലത്തിൽ തന്നെ അയൽരാജ്യത്തെ ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങളും സൈനിക മേധാവികളുടെ കടന്നുകയറ്റങ്ങളും അതീവ ജാഗ്രതയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ കാണുന്നത്. പാകിസ്ഥാനിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അവിടുത്തെ സൈനിക മേധാവികൾ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുകയാണ്. പലതവണ പരാജയപ്പെട്ട പാക് സൈന്യം സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ എപ്പോഴും അസ്ഥിരതകളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഇന്ന് സ്വന്തം അതിർത്തിക്കുള്ളിൽ തന്നെ ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വയിലും നടക്കുന്ന സായുധ കലാപങ്ങളും വിമത നീക്കങ്ങളും പാക് സൈന്യത്തിന് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. പാക് അധീന കാശ്മീരിലെ ജനങ്ങളും പാക് ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങിക്കഴിഞ്ഞു. നിലവിലെ ഹൈബ്രിഡ് ഭരണം മാറി പുതിയൊരു സംവിധാനം കൊണ്ടുവരാൻ സൈന്യം പദ്ധതിയിടുന്നതായി മുൻ പാക് സൈനിക ഉദ്യോഗസ്ഥനും യൂട്യൂബറുമായ ആദിൽ രാജ അവകാശപ്പെട്ടിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞിട്ടുള്ള പുതിയ ക്രമീകരണം അനുസരിച്ച് ആസിം മുനീർ പ്രസിഡന്റും മൊഹ്സിൻ നഖ്വി പ്രധാനമന്ത്രിയുമായി മാറിയേക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. കടുത്ത സാമ്പത്തിക തകർച്ചയും രൂക്ഷമായ ഭരണവിരുദ്ധ വികാരങ്ങളുമാണ് പാകിസ്ഥാനെ ഇപ്പോൾ അലട്ടുന്നത്. ഈ സാഹചര്യത്തിൽ നേരിട്ടുള്ള സൈനിക ഭരണം ഏർപ്പെടുത്താൻ സൈന്യത്തിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടെന്ന് വിരമിച്ച വിദഗ്ധനും വിലയിരുത്തുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ ഒരു തകർന്ന രാജ്യമായി മാറിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം കൂടിയാണ്. പാകിസ്ഥാനിൽ നിലവിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും ഭരണപരമായ തകർച്ചയും ആ രാജ്യത്തെ പുതിയൊരു സൈനിക അട്ടിമറിയിലേക്കാണ് നയിക്കുന്നതെന്ന വിലയിരുത്തൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് ഷെഹ്ബാസ് ഷെരീഫ് സർക്കാർ ഇസ്ലാമാബാദിൽ ഭരണം തുടരുമ്പോഴും യഥാർത്ഥ ഭരണാധികാരം റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്തുള്ള ഫീൽഡ് മാർഷൽ ആസിം മുനീറിന്റെ കൈകളിലാണെന്ന യാഥാർത്ഥ്യം പാക് ആഭ്യന്തരമന്ത്രിയുടെ തുറന്നു പറച്ചിലൂടെ വീണ്ടും വ്യക്തമായിരിക്കുകയാണ്. സാമ്പത്തിക മാന്ദ്യവും കടുത്ത പണപ്പെരുപ്പും മൂലം ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സിവിലിയൻ ഭരണകൂടം. ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വയിലും പടരുന്ന സായുധ കലാപങ്ങളും വിമത നീക്കങ്ങളും പാക് സൈന്യത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. പാക് അധീന കാശ്മീരിലെ ജനങ്ങളും ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തെരുവിലിറങ്ങിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ നിലവിലെ ഹൈബ്രിഡ് ഭരണക്രമം പൂർണ്ണമായും മാറ്റി പുതിയൊരു സംവിധാനം കൊണ്ടുവരാൻ സൈന്യം പദ്ധതിയിടുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങളും സൂചിപ്പിക്കുന്നത്. ചരിത്രത്തിൽ പല തവണ സൈനിക അട്ടിമറികളെ നേരിട്ടിട്ടുള്ള പാകിസ്ഥാനിൽ നിലവിലെ പ്രതിസന്ധികൾ അഞ്ചാമതൊരു പട്ടാള ഭരണത്തിനാണ് കളമൊരുങ്ങുന്നതെന്നാണ് വാർത്തകൾ. ആഗോളതലത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന പാക് ഭരണകൂടത്തിന്റെ പതർച്ചയും സൈന്യത്തിന്റെ പരസ്യമായ അധികാര പ്രവേശവുമാണ് വരും ദിവസങ്ങളിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇത് വീണ്ടും പറയാൻ കാരണം 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1958, 1969, 1977, 1999 എന്നീ വർഷങ്ങളിലായി 4 തവണയാണ് പാകിസ്ഥാനിൽ സൈനിക അട്ടിമറി നടന്നിട്ടുള്ളത്.
ജനാധിപത്യ സർക്കാരുകളെ നിയന്ത്രിച്ച് സൈന്യം പിന്നിൽ നിന്ന് ഭരിക്കുന്ന രീതിയും അവിടെ സാധാരണമാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റിന് പുറത്താക്കലിനും ശേഷം അസീം മുനീർ പാക് ഭരണത്തിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും രാഷ്ട്രീയ അനിശ്ചിതത്വവും തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ ഒരു സംഭവ വികാസങ്ങൾ പാകിസ്ഥാനെ അഞ്ചാമതൊരു സൈനിക അട്ടിമറിയിലേക്ക് നയിക്കുമെന്നത് ഉറപ്പാണ്. ജനാധിപത്യത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് ഷഹ്ബാസ് ഷെരീഫ് സർക്കാർ ഇസ്ലാമാബാദിൽ ഭരണം തുടരുമ്പോഴും യഥാർത്ഥ ഭരണാധികാരം റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് നിന്ന് ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ കൈകളിലാണെന്ന യാഥാർത്ഥ്യവും പാക് ആഭ്യന്തരമന്ത്രിയുടെ തുറന്നു പറച്ചിലൂടെ വീണ്ടും വ്യക്തമായിരിക്കുകയാണ്. സാമ്പത്തിക മാന്ദ്യവും കടുത്ത പണപ്പെരുപ്പവും മൂലം ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സിവിലിയൻ ഭരണകൂടം ഇപ്പോൾ ഉള്ളത്. ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വയിലും പടരുന്ന സായുധ കലാപങ്ങളും വിമത നീക്കങ്ങളും പാക് സൈന്യത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുമുണ്ട്. ആഗോളതലത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന പാക് ഭരണകൂടത്തിന്റെ പതർച്ചയും സൈന്യത്തിന്റെ പരസ്യമായ അധികാര പ്രവേശവുമാണ് വരും ദിവസങ്ങളിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ